64 കോടി രൂപയുടെ കൈക്കൂലിക്കര പുരടം വരെ അവരൊരു സൂപ്പർ വുമണായിരുന്നു. ഒരുപാട് പെൺകുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സൂപ്പർ വുമൺ ചന്ത കൊച്ചാർ ഒരു പടുകൂറ്റൻ പതനത്തിന്റെ പേര് മാത്രമായി ഇന്നത് മാറി. പക്ഷേ 23-ാം വയസ്സിൽ രാജസ്ഥാനിൽ നിന്ന് വെറും ഒരു ട്രെയിനിയായി ICICI ബാങ്കിന്റെ പടി കയറി ചെന്ന ചുറുചുറുക്കുള്ള പെൺകുട്ടി 25 വർഷം കൊണ്ട് നേടിയെടുത്തത് ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര വലിയൊരു കരിയറായിരുന്നു. തുടർച്ചയായി വർഷങ്ങളിൽ സീനിയേഴ്സിനെ പോലും കടത്തിവെട്ടി സ്ഥാനക്കയറ്റങ്ങൾ വരെ അവരെ തേടിയെത്തി. 2006 അവർ ICICI ബാങ്കിന്റെ MD ആയി നിയമിതയായി. 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ ICICI ബാങ്ക് കൂപ്പുകുത്തിയിരിക്കുമ്പോൾ ശാന്തിയായി വളരെ സന്തോഷവതിയായി അവർ മകന്റെ സ്ക്വാഷ് ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തി. ചന്ത കൊച്ചാറിന്റെ ആ നീക്കം ICICI ബാങ്ക് ഭദ്രമാണെന്ന ചിന്ത നിക്ഷേപകരിൽ വളർത്തി. പുഷ്പം പോലെ മാന്യത്തെ അതിജീവിക്കാനുമായി. ഫോക്സ് മാസികയുടെ ശക്തരായ സ്ത്രീകളുടെ പട്ടികയിൽ 7 വർഷമാണ് ചന്ത കൊച്ചാർ എന്ന പേര് മായാതെ കിടന്നത്. 2011 രാജ്യം പത്മഭൂഷൺ നൽകി ഏഷ്യയിലെ ഏറ്റവും മികച്ച ബാങ്കറെ ആദരിക്കുമ്പോൾ അവരൊരു ഐക്കണായി മാറിയിരുന്നു. മൂല്യങ്ങളിലും നിലപാടുകളിലും അത്രമേൽ കണിശയായിരുന്ന അവർ എങ്ങനെ കൈക്കൂലി കേസിൽ പ്രതിയായി? മാനദണ്ഡങ്ങൾ പാലിക്കാതെ വഴിവിട്ട് വീഡിയോ കോണിന് എന്തിന് 300 കോടി രൂപ വായ്പ നൽകി ബാങ്കിനെ കിട്ടാക്കടത്തിലേക്ക് നയിച്ചു? വീഡിയോകോൺ ഉടമ വേണുഗോപാൽ ദൂതും ചന്ത കൊച്ചാറിന്റെ ഭർത്താവ് ദീപക് കൊച്ചാർ തമ്മിലുണ്ടായ സൗഹൃദത്തിനും ബിസിനസ് ഡീലുകൾക്കും ഒത്താശ ചെയ്തതോടെ തകർന്നടിച്ചു വീണത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്തുയർത്തിയ വൻമതിലായിരുന്നു. പിന്നാലെ ആരോപണങ്ങളുടെ പെരുമഴ പെയ്ത്തായി. 2018 ICICI ബാങ്കിൽ നിന്ന് പുറത്താക്കിയതോടെ നിറം മങ്ങി അവരുടെ പടിയിറക്കത്തിന് ലോകസാക്ഷിയായി. അടിപിഴയ്ക്കാതെ വേണം ചുവടുകൾ, തീരുമാനങ്ങൾ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചന്ത കൊച്ചാറും അവരുടെ ജീവിതവും.